100 ദിവസം നിന്നവർക്ക് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഫ്ലാഷ് ബാക്ക്. കുക്കിംഗ് ഒക്കെ അറിയോ? എന്താണ്? വീട്ടിൽ കഴിക്കാൻ പറ്റുന്നൊക്കെ ഉണ്ടാക്കും. കോള് വരുമ്പോ എല്ലാം കൂടി ഒന്നിച്ചു വരും. എല്ലാം ഉണ്ടാകും. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടായി. സത്യമാണേ? സത്യം. പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം. ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല. ഞാൻ കിച്ചണിൽ പോലും കയറില്ല. ഒരു പഠിച്ചിപ്പാറോ വീട്ടില്. ഇതൊക്കെ ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കും. എന്നുവെച്ചാ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കും. അപ്പൊ തട്ടിപ്പാണല്ലേ? നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി തീർത്തു തരാണ് ഞാന് ബിരിയാണി ഉണ്ടാക്കും, ചിക്കൻ ഉണ്ടാക്കും, മീൻകറി ഉണ്ടാക്കും. എന്തോന്നാ ബിരിയാണി ഉണ്ടാക്കും, ചിക്കൻ ഉണ്ടാക്കും, മീൻകറി ഉണ്ടാക്കും. എന്നെ സംശയിക്കരുത്. ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല. വീട്ടിൽ കഴിക്കാൻ പറ്റുന്നൊക്കെ ഉണ്ടാക്കും. നിങ്ങള് വഞ്ചനയിൽ ചതി പാടില്ല കുട്ടി. നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. അറിയാമെന്ന് പറഞ്ഞു, പിന്നെ ഇപ്പൊ അറിയില്ലെന്ന് ആദ്യം അങ്ങനെ പറഞ്ഞ എന്താ അങ്ങനെ പറഞ്ഞേ? അനുമോൾ പറയുന്നത് അനുമോൾക്ക് അങ്ങനെ ഇവിടെ വന്നിട്ടാണ് പാചകമൊക്കെ പഠിച്ചത്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കുറേ കുക്കറി ഷോയുടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഓടുന്നുണ്ട് കിടന്ന്. ശബത്തി കുത്താതെ ഭവാനിയമ്മേ. ആര് പറഞ്ഞു ശവാഹൻ? അവനവന് ഉള്ളത് കൊണ്ടിരുന്നാ പോരായിരുന്നു. എനിക്കറിയില്ല ഏതാണ് സത്യം, മനു പറയുന്നതിൽ ഏതാണ് കള്ളം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. ബിരിയാണി ഞാൻ നന്നായിട്ടുണ്ടാക്കും. എല്ലാത്തിനും ഈ ആക്ഷൻ തന്നെ വരുന്നത്. അല്ല, എനിക്കറിയാം, അറിയാം എന്നുള്ളൊരു അഹങ്കാരം. എന്റെ കാലിന്റെ കീഴിൽ നിന്ന് മാറി കേട്ടോ. നീ എന്തോടാ പറഞ്ഞത്? എന്നിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല. ഇത്ര പെട്ടെന്ന് നിനക്ക് ഈ ഉയർച്ച ഉണ്ടാവുമെന്ന് ഈശ്വരനാണ് ഞാൻ കരുതി. കുക്കി അതാണ് എന്റെ ഹോബി കേട്ടോ. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോ ഈ ചൈനീസ് വിഭവങ്ങളാണ്. മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. കള്ളം പറഞ്ഞ കണ്ണടിച്ചാൻ പൊളിക്കുന്നുണ്ട്. പറഞ്ഞായിരുന്നു ഒരു വട്ടം. ഗ്രിൽഡ് ചിക്കൻ സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഞാൻ എന്നെ പൊക്കുന്നതല്ല, ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കില്ലേ, അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. അതെങ്കിലും നീ ഒന്ന് സമ്മതിച്ച് തന്നല്ലോ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഭയങ്കര ഇഷ്ടം കുക്ക് ചെയ്യാനായിട്ടൊക്കെ. അരിയുന്നത് തന്നെ കണ്ടോ, എന്തൊരു പ്രൊഫഷണലിസം ആണല്ലേ. നിങ്ങക്ക് നാണം ഉണ്ടോ? തനിക്ക് നാണമില്ലേണോ? ഇല്ല. അതൊന്നും അറിയാണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇത്ര ധൈര്യത്തോടു കൂടി കിച്ചണിൽ കയറി. കിച്ചണിൽ നിൽക്കുന്നുണ്ടല്ലേ, ഒരുപാട് പരിചയമുള്ള ഒരാളെ. അത് എല്ലാരും പറയുന്നുണ്ട്, അത് എനിക്കറിയില്ല. അതെനിക്ക് ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഒന്നത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കുറച്ച് സ്നേഹമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? അപ്പടിയാ ഇങ്ങനെ വന്നിട്ട്